നമസ്കാരം. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഇടങ്ങളിലൊന്നാണ് വടകര. നഷ്ടപ്പെട്ട വടകരയെ വീണ്ടെടുക്കാൻ ഇടതുപക്ഷം ഇറക്കിയിരിക്കുന്നത് കെ ശൈലജ ടീച്ചറെയാണ്. CPMന്റെ ജനപ്രിയ മുഖം. നിപ്പ കോവിഡ് കാലത്തെ പ്രവർത്തനങ്ങൾ ടീച്ചർക്ക് തുണയാകുമെന്ന് തന്നെയാണ് ഇടത് ക്യാമ്പിന്റെ പ്രതീക്ഷ. വടകര മണ്ഡലത്തിൽ ശൈലജ ടീച്ചർ ജയിക്കണമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടുത്തെ ജനങ്ങളെ ഹിതം നമുക്കറിയാലോ അവിടെ എത്തിയാൽ. യുവാക്കളൊക്കെ ഷാഫി പറമ്പിൻ്റെ കൂടാന്നാ എന്ന് വിചാരിക്കുന്നു. യുവാക്കളൊക്കെ അങ്ങനെ ഇരിക്കാം. നമ്മൾ ശൈലജ ടീച്ചർ ജയിക്കണമെന്ന് വിചാരിക്കുന്നു. എന്തൊരു ശൈലജ ടീച്ചർ പറയാൻ കാരണം ശൈലജ ടീച്ചർ നമ്മളെ ഈ ആരോഗ്യമന്ത്രിക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങളും നിപ്പ വന്ന സമയത്തൊക്കെ നമ്മളെ കെയർ ചെയ്തിട്ട് ഇതൊക്കെ കൊണ്ട് തന്നെ CPMന്റെ ടീച്ചർ ജയിക്കും. ഈ TP വിഷയമൊന്നും ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇല്ല ഒന്നും ഉണ്ടാവില്ല. 100% ഉറപ്പാണ്. ഉറപ്പാണ്. അയ്യോ ഇലക്ഷനോ ആരാന്ന് എനിക്കറിഞ്ഞൂടാ. എനിക്ക് പാർട്ടി വലിയൊരു ഇതില്ല. എന്നാലും നാടിനും ഗുണമുള്ളവർ ജയിക്കട്ടെ. ആര് ജയിക്കണം എന്നാണ് ആഗ്രഹം? അങ്ങനെയൊന്നുമില്ല. ആരായാലും ജനിച്ചത് നല്ലത് തന്നെ. നാടിനെ നന്മ ചെയ്യണം, അത്രയേ ഉള്ളൂ. ഞാൻ അങ്ങനത്തെ ഒരു പക്ഷക്കാരത്തെയാണ്. ഷാഫി പറമ്പിലാന്ന് അങ്ങനെ ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. ശൈലജ ടീച്ചർ വലിയ മോശമൊന്നുമല്ലല്ലോ. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ആളല്ലേ ശൈലജ ടീച്ചർ. പിന്നെ ഇവിടെ ജനാധിപത്യം സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഇടതുപക്ഷം ജയിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ TP വിഷയമൊക്കെ ടീച്ചർക്ക് ഒരു പ്രതികൂലമായിട്ട് ബാധിക്കൂലേ? അങ്ങനെ ഒരുപാട് TP മറ്റും മറിച്ചെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നോക്കാച്ചാലും പറയാച്ചാലും ഉണ്ടാവും. അതൊന്നും ഇപ്പം പറയണ്ട. വലിയ ഇതിലും വ്യക്തമായിട്ടൊന്നും പറഞ്ഞ് ജയിച്ചാളുണ്ട. അതൊന്നും പറയണ്ട. രാഷ്ട്രീയം പറഞ്ഞിട്ട് ജയിക്കാനുള്ള ശ്രമം നടത്തുക, അതാ വേണ്ടിയത്. അതുകൊണ്ട് രാഷ്ട്രീയം തന്നെയല്ലേ? അത് TPൻ്റെ കാര്യമൊന്നും പറയണ്ട. അതുപോലെ ഒരുപാട് രാഷ്ട്രീയ തിരിച്ച് പറയാൻ ഇപ്പോഴും ഉണ്ടാകില്ലേ. നമ്മളെ അഭിപ്രായം പറഞ്ഞു. ഭാവിയിൽ സ്റ്റോറിൽ സാധനം ഇല്ലാതെ ടീച്ചറെ കുറ്റമല്ലല്ലോ. ടീച്ചർ CPM ആണ്. കേരളം ഭരിക്കുന്നത്. കേരളം ഭരിക്കുന്ന പോലെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടിയാലും കിട്ടിയാലല്ലേ കേരളത്തിൽ നിന്ന് കൊടുക്കാൻ പറ്റും. സാധാരണ മന്ത്രിമാരും MLA മാരും MP മാരും ഒന്നും പുറേന്ന് കൊണ്ടുപോയിട്ടല്ലല്ലോ കൊടുക്കല്ലേ. മനസ്സിലായില്ലേ? അതായത് കേരളത്തിലെ ഭരണത്തിന് കേന്ദ്രത്തിൻ്റെ സഹായം നിർബന്ധം ആവശ്യമാണ്. അതുണ്ടാകുമ്പോഴാണ് കേരളത്തിലെ ഭരണത്തിന് നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ കഴിയും. ശൈലജ ടീച്ചർ നിപ്പ വന്നേരം കൊറോണ വന്നേരമല്ലേ ടീച്ചറല്ലേ എല്ലാവരും രക്ഷിച്ച് മടെല്ലാം ചെയ്തല്ലോ. ജനങ്ങൾക്ക് വേണ്ടിയിട്ടെല്ലാം ചെയ്ത ടീച്ചറല്ലേ. രണ്ടാം ഘട്ട ഇലക്ഷൻ പ്രചരണത്തിലേക്കാണ് കടക്കുന്നത്. എന്തൊക്കെയാണ് ടീച്ചറുടെ പുതിയ പ്രതീക്ഷകൾ? രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ കൂടുതൽ പിന്തുണ വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം ധാരാളം ആളുകൾ വരുന്നു. ഞങ്ങളുടെ പ്രവർത്തകർ മാത്രമല്ല, അല്ലാത്തവരും ഒക്കെ വന്നു ചേരുന്നുണ്ട് കാണാൻ. തീർച്ചയായും. അപ്പോൾ വടകരയിൽ ടീച്ചർ വിജയം അത്രയധികം പ്രതീക്ഷിക്കുന്നത് ജനങ്ങളുടെ പിന്തുണ അത്രത്തോളം ഉണ്ട് എന്നാണ് ടീച്ചർ പറയുന്നത്. തീർച്ചയായിട്ടും വടകരയിലെ ജനങ്ങൾ എന്നെ ഉപേക്ഷിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ മേഖലയിലാണ് നേരത്തെ ഞാൻ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ ഈ നിപ്പ വൈറസൊക്കെ വന്നിരുന്നത്. അന്ന് ഞാൻ പേരാമ്പ്രയിലാണ് വന്നിരുന്നത്. കോഴിക്കോട് തന്നെ താമസിച്ചുകൊണ്ടാണ് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. മാത്രമല്ല ചെങ്ങരോത്ത് ഗ്രാമത്തിലൊക്കെ ഞാൻ പോയിരുന്നു. അവിടെ ആളുകളെ ആശ്വസിപ്പിക്കാനും മറ്റും നല്ല രീതിയിൽ വകുപ്പിനെ ഏകോപിപ്പിച്ച് എല്ലാവർക്കും ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് വളരെ ചിട്ടയായിട്ടുള്ളൊരു പ്രവർത്തനം, അത് ലോകത്തിൻ്റെ തന്നെ അംഗീകാരം നേടാൻ കഴിഞ്ഞിട്ടുള്ളൊരു പ്രവർത്തനമായിരുന്നു. അത്രയും മികച്ചൊരു ഭരണാധികാരിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരുപാട് വ്യക്തിഹത്യ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചതാണ്. ടീച്ചർ അതിനെതിരെ ഇലക്ഷൻ കമ്മീഷനിൽ പരാതിപ്പെടുകയും ചെയ്തു. ടീച്ചർ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അതെ, നമ്മൾ ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിക്കുന്ന ജീവിത പ്രശ്നങ്ങളൊക്കെയാണ് പറയുന്നത്. എന്നോട് തുടക്കത്തിൽ തന്നെ മീഡിയ ചോദിച്ചപ്പോൾ എന്തായിരിക്കും ഇലക്ഷനിലെ ക്യാമ്പയിൻ, ഞാൻ പറഞ്ഞത് അത് വടകരയുടെ വികസനമാണ് പ്രധാനപ്പെട്ട ഒന്ന്, പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ. മറ്റൊന്ന് ജനങ്ങളുടെ സമാധാന ജീവിതമാണ്. മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കാൻ ഇന്ത്യൻ പാർലമെൻറ്റിൽ പോരാട്ടം നടത്തണം എന്നുള്ളതാണ്. ഞാൻ ആ പോരാട്ടം ഓൾറെഡി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ എത്തുമ്പോൾ എനിക്കത് കൂടുതൽ ശക്തമായി പാർലമെൻറ്റിൽ ഉന്നയിക്കാൻ സാധിക്കും. നേരത്തെ UDF അതൊന്നും വേണ്ടത്ര എടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്കൊന്നും പറയാനില്ലാത്തത് കൊണ്ടാവണം വ്യക്തിപരമായിട്ട് എന്നെ ആക്രമിക്കാൻ. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഈ
വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ ജനങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. കൊറോണ കാലത്തും കോവിഡ് കാലത്തും നിപ്പ വൈറസിൻ്റെ കാലത്തൊക്കെ. അന്ന് ഞാൻ കക്ഷിരാഷ്ട്രീയം നോക്കിയല്ല ഇടപെട്ടിട്ടുള്ളത്. ഒരുപാട് ആളുകൾ, എനിക്ക് പേരൊന്നും ഇപ്പോൾ പറയാൻ സാധിക്കില്ലെങ്കിലും മറ്റു പാർട്ടികളിൽപ്പെട്ടവർ തന്നെ എന്നെ വിളിച്ച് ഓരോ കാര്യത്തിനും വന്ന് വിളിക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വം കാര്യങ്ങളിൽ ഇടപെട്ട് കക്ഷിരാഷ്ട്രീയം ഒന്നും നോക്കാതെ ഇടപെടുകയും ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ചിലർ എന്നെ ഇപ്പോഴും വിളിച്ച് പറയുന്നുണ്ട്, അന്ന് ടീച്ചർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിട്ടുള്ള കാര്യം ഞങ്ങൾ മറക്കില്ല എന്ന്. അങ്ങനെ പറയുന്നു എന്ന് തോന്നിയപ്പോൾ ആ ജനങ്ങളെ എങ്ങനെ എനിക്കെതിരായിട്ട് തിരിക്കാം എന്ന് ആലോചിച്ച് ഏതോ ഒരു അതിബുദ്ധിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് നുണ പ്രചരിപ്പിക്കുക എന്നുള്ളത്. ഒരുപാട് നുണകൾ പ്രചരിപ്പിക്കുകയാണ്. ഒന്ന്, ഈ ഞങ്ങളുടെ അവിടെ പാനൂർ പാലത്തായി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഒരു ചെറിയ മോള് സ്കൂളിൽ നിന്ന് ഒരു അധ്യാപകൻ്റെ പീഡനത്തിനിരയായിരുന്നു. അപ്പോൾ ഞാൻ അയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇടപെട്ടു. പോലീസിൽ വിളിച്ചു, നിർബന്ധമായിട്ടും പെട്ടെന്ന് ചെയ്യണം. ആ വീട്ടിൽ പോയി അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. പ്രതിയെ കുറച്ച് നാളെ ഒളിവിലായിരുന്നു, അറസ്റ്റ് ചെയ്തു. കേസ് നടക്കുന്നുണ്ട്, ഇപ്പം കേസ് വിചാരണയിലാണ്. അപ്പോൾ ഇപ്പോൾ ആ പ്രതിയെ ഞാൻ ഒളിപ്പിച്ച് വെച്ചു എന്നും പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് ആ വീട്ടിൽ വീണ്ടും പോയി. അവരെ കുടുംബാംഗങ്ങൾ പറഞ്ഞു, ഞങ്ങളാരും അത് പറയില്ല, ടീച്ചർ അന്ന് നൽകിയിട്ടുള്ള പിന്തുണ ഞങ്ങളുടെ മനസ്സിലുണ്ട്, അത് ആരാ പറയുന്നത് ഞങ്ങൾക്കറിയില്ല, എന്തായാലും ഞങ്ങളും പറയില്ല, ഈ പരിസരത്തുള്ളവരും പറയില്ല എന്ന് അവർ പറയുന്നു. എന്നിട്ടും പച്ച നുണ പ്രചരിപ്പിക്കുകയാണ്. മറ്റൊന്ന് PPE കിറ്റ് അഴിമതിയാണ്. അതായത് 1500 രൂപ വെച്ച് PPE കിറ്റ് വാങ്ങിയിട്ടുണ്ട്. ഞാനത് സമ്മതിച്ചതാണ്. കാരണം മാർക്കറ്റിൽ വലിയ വില കൂടിയ സമയത്ത് PPE കിറ്റ് 1500 രൂപയായി. വാങ്ങണോ വാങ്ങണ്ടയോ എന്നുള്ളതാണ്. വാങ്ങണമെന്നാണ് തീരുമാനിച്ചത്. കാരണം ആരോഗ്യ പ്രവർത്തകർ മരിച്ചു പോകും രോഗം പകർന്നിട്ട്. ഫസ്റ്റ് ലൈൻ വർക്കർമാരുടെ പ്രൊട്ടക്ഷനാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ഞങ്ങൾ ആ സമയത്ത് 15,000 കിറ്റ്, ലക്ഷക്കണക്കിന് PPE കിറ്റാണ് വാങ്ങിയിട്ടുള്ളത്. അതിൽ 15,000 കിറ്റ് 1500 റുപ്യക്ക് വാങ്ങേണ്ടി വന്നു. പിന്നെ മാർക്കറ്റിൽ വില കുറഞ്ഞപ്പോൾ കുറഞ്ഞ വിലക്കും വാങ്ങി. പല വിലക്ക് വാങ്ങിയിട്ടുണ്ട്. 500 റുപ്യക്ക്, 1000 റുപ്യക്ക്, 1500-നൊക്കെ വാങ്ങിയിട്ടുണ്ട്. അത് ഈ നാട്ടിലെ ജനങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, വാങ്ങിയിട്ടുണ്ട്. പക്ഷേ അതെന്തോ ഞാൻ വലിയ അഴിമതി കാണിച്ചു എന്ന് പറഞ്ഞു. അതൊക്കെ ഇവർക്ക്, നാട്ടിലെ ജനങ്ങൾക്കറിയാം. അങ്ങനെയെല്ലാം പറയുന്നവർക്കെതിരായിട്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് അതൊന്നും വിലപ്പോവില്ല. പിന്നെ ഒരു വൃത്തികെട്ട ചിത്രത്തിൻ്റെ തല മാറ്റിയിട്ട് എൻ്റെ തല ഇവിടെ ഫിക്സ് ചെയ്തിട്ട്, ഇതെല്ലാം ഒരുതരം മാനസിക വിഭ്രാന്തിയിൽ നിന്ന് ഉണ്ടാവുന്ന ഒന്നാണ്, പരാജയ ഭീതിയിൽ നിന്നുണ്ടാവുന്ന ഒന്നാണ്. അപ്പോൾ എങ്ങനെ എൻ്റെ വില കുറച്ച് കാണിക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ പറയുന്നത്, നമ്മൾ ഈ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് ത്യാഗപൂർണ്ണമായി പ്രവർത്തിക്കുമ്പം എന്തെങ്കിലും ഒരു പരിഗണന ജനങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് തച്ച് തകർക്കാൻ ഇവർക്കൊന്നും കഴിയില്ല. ആത്മാർത്ഥമായി പ്രവർത്തിക്കുമ്പോൾ കിട്ടിയിട്ടുള്ള ഒരു അംഗീകാരവും തകർക്കാൻ പറ്റില്ല. അതേസമയത്ത് അംഗീകാരത്തിന് വേണ്ടി പണം ചെലവാക്കി അംഗീകാരം മേടിച്ചെടുത്താൽ അത് നിലനിൽക്കില്ല, അത് വളരെ പെട്ടെന്ന് പൊട്ടിപ്പോകും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു അംഗീകാരത്തിന് ശ്രമിച്ചിട്ടില്ല. തനിയെ വന്നു ചേർന്നതാണ് പ്രവർത്തനത്തിനിടയിൽ. ജനങ്ങളുടെ മനസ്സിലെ സ്നേഹവും എനിക്ക് തനിയെ വന്നു ചേർന്നതാണ്. ആ സ്നേഹം നിലനിൽക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം. TP ഫാക്ടർ ഇത്തവണ ഒരു പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന് ടീച്ചർ കരുതുന്നുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്, വിഷയദാരിദ്ര്യമാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. TP വധക്കേസ് കഴിഞ്ഞതിന് ശേഷം ഇന്നോളം അവരത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അതൊരു അനിഷ്ട സംഭവമാണ്. അതുപോലെ ഇഷ്ടംപോലെ അപ്പുറവും ഇപ്പുറവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് സംഭവങ്ങൾ. ധീരജ് വധക്കേസൊക്കെ ഇല്ലേ? അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു ഇലക്ഷനിൽ അതുമാത്രം പ്രചരിപ്പിച്ചാൽ ജനം അതാണോ ചർച്ച ചെയ്യുക? കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോൾ തീവ്ര രാഷ്ട്രീയ നിലപാടുകളോടും അതുപോലെ ജനവിരുദ്ധമായ നയ നടപടികളോടുമുള്ള ഒരു പ്രതിഷേധമായിരിക്കും ഇത്തവണത്തെ ഇലക്ഷൻ എന്ന് ടീച്ചർ വിശ്വസിക്കുന്നു? അതുണ്ട്. അതേസമയം ഈ കോൺഗ്രസിൻ്റെ നിഷ്ക്രിയത്വവും BJP ഗവൺമെൻറ് തുടരുന്ന അതേ നയം കോൺഗ്രസും അത് തന്നെ തുടരുന്നത്. കോൺഗ്രസ് തിരുത്തിയില്ലെങ്കിൽ വലിയ ആപത്താണ്. ഇപ്പോൾ വർഗീയത പ്രകടിപ്പിക്കുമ്പോൾ BJPയുടെ വർഗീയത പോലെ കോൺഗ്രസ് മൃദു വർഗീയത പ്രകടിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരു രക്ഷയും കിട്ടില്ല. തെറ്റായതിനെ തെറ്റെന്ന് പറയാനുള്ള ആർജവം കാണിക്കണം. അതാണ് ഇടതുപക്ഷം കാണിക്കുന്നത്. എന്നാൽ കോൺഗ്രസ്സിന് അതിനുള്ള ആർജവമില്ല. അതുകൊണ്ട് കേരളത്തിൽ ഞങ്ങൾ ഒരേപോലെ കോൺഗ്രസിൻ്റെ സമീപനത്തെയും BJPയുടെ സമീപനത്തെയും എതിർക്കുകയാണ്. തീർച്ചയായിട്ടും ടീച്ചർക്ക് നമ്മൾക്ക് എല്ലാവിധ വിജയാശംസകളും ആശംസിക്കും.